കോട്ടയം ഗാന്ധിനഗർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുന്നു. മുൻപും സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നാവും പോലീസിൻ്റെ ആദ്യ അന്വേഷണം. ക്രൂരമായ റാഗിങ് നടന്നിട്ടും ഹോസ്റ്റൽ വാർഡൻ അറിയാതിരുന്നതിനെക്കുറിച്ചും വിപുലമായ അന്വേഷണം നടക്കുമെന്നാണ് അറിയുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. ടോബി, യഥാർത്ഥത്തിൽ ഈ റാഗിങ് പൂർണ്ണമായും കേരളത്തിൽ നിന്ന് ഇല്ലാതായി എന്ന് വിശ്വസിച്ചൊരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ഇപ്പോൾ ഓരോരുത്തരും തലപൊക്കി തുടങ്ങിയല്ലോ ഇത്. ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായിട്ടും, അതായത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സംഭവത്തിന് ശേഷമൊക്കെ കർശനമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിനിടയിലാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവം ഇന്നലെ കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജിൽ ഉണ്ടായത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആ അന്വേഷണത്തിൽ തന്നെ വളരെ ക്രൂരമായിട്ടുള്ള റാഗിംഗ് ആണ് നടന്നതെന്ന് കണ്ടെത്തി. ഈ പ്രതികളുടെ പക്കലുണ്ടായിരുന്ന മൊബൈലുകൾ ഇതിൻ്റെ ഭാഗമായി പോലീസ് കണ്ടെടുത്തിരുന്നു. അതിൽ നിന്നും ചില വീഡിയോ ദൃശ്യങ്ങൾ, അതായത് ഈ ക്രൂരമായിട്ടുള്ള റാഗിങ്ങിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചു. അങ്ങനെയാണ് അറസ്റ്റിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിനൊരു സംശയം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുൻപും ആവർത്തിച്ചിട്ടുണ്ടോ ഈ ഹോസ്റ്റലിൽ നിന്നുള്ള സംശയം പോലീസിന് വന്നത്. അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവരിൽ നിന്നും കൂടുതൽ മൊഴി ശേഖരിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം മറ്റാർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഹോസ്റ്റലിൽ നടന്ന സംഭവം ഈ കോളേജ് അധികൃതരോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന വാർഡനോ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഇന്നലെ കോളേജിൻ്റെ ഭാഗത്തു നിന്നും വന്നത്. അതുകൊണ്ട് തന്നെ ഈ കോളേജ് ചുമതലയുള്ള, അതായത് ഹോസ്റ്റലിൻ്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് വാർഡൻ താമസിക്കുന്ന മുറിക്ക് തൊട്ടടുത്താണ് ഈ ഫസ്റ്റ് ഇയേഴ്സ് താമസിക്കുന്ന റൂമുകൾ. അവിടെ ഈ സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് ഈ വാർഡൻ അറിഞ്ഞില്ല എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. മദ്യം വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ വെച്ചാണ് ഇവർ മദ്യപിച്ചിരുന്നത് എന്ന് ചില മൊഴികളുണ്ട്. അതായത് ഈ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും പണപ്പിരിവ് നടത്തിയാണ് ഈ മദ്യം വാങ്ങിച്ചിരുന്നത്. എന്നിട്ടും ഇതൊന്നും വാർഡൻ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ചില അസ്വാഭാവികതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം, ഇവരിൽ നിന്നും എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തിയ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനായിട്ടൊരു 5 അംഗ സംഘത്തെ നിയോഗിച്ചു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. എസ് കെ. ഓക്കെ, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകി.